കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെജൻഡറൈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് പർട്ടിക്കുലർ ഇന്റഗ്രൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് വി ഹാവ് two methods to find out particular integral. First one is method of undetermined coefficients and the second one is method of variation of parameters. അപ്പോൾ ഇത് രണ്ടും നമുക്ക് one by one ആയിട്ട് നോക്കാം. Let us first consider a second order linear differential equation, that is d square y by dx square plus a1 into dy by dx plus a2y is equal to phi of x. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സെക്കൻഡ് ഓർഡർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഹയർ ഓർഡർ ആണെങ്കിലും എടുക്കാം. കാരണം മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സും ഇത് രണ്ടും നമുക്ക് സെക്കൻഡ് ഓർഡറിനും ഹയർ ഓർഡറിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫസ്റ്റ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്. It can be applied only when phi of x is sine, cosine, exponential, polynomial or linear combination of any of this. അതായത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സ് നമുക്ക് phi of x, that is ഈ തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ഒന്നെങ്കിൽ സൈനോ കൊസൈനോ എക്സ്പോണൻഷ്യലോ പോളിനോമിയലോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ മെത്തേഡ് ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഈ phi of x is equal to സൈൻ, ഒന്നെങ്കിൽ സൈനോ കോസോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലോ. ദാറ്റ് ഈസ് phi of x ഇപ്പൊ നമ്മൾ ഒരു എക്സ്പോണൻഷ്യൽ ടൈം ദാറ്റ് ഈസ് e raised to ax എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ കേസ് 1 ആയിട്ട് പഠിച്ചതാണ്. കേസ് 1, ഓക്കെ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ കേസ് 1 ആയിട്ട് e raised to ax ഓ അല്ലെങ്കിൽ കോൺസ്റ്റന്റോ വരുമ്പോൾ എങ്ങനെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാമെന്നും, സൈൻ ax ഓ കോസ് ax ഓ ആണെങ്കിൽ എങ്ങനെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാമെന്നും, x raised to n ആണെങ്കിൽ എങ്ങനെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാമെന്നും, ഇനി ഇതിന്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചതാണ്. ഓക്കെ. ഇനി ഇവിടെ e raised to ax ന് പകരം സൈനോ അല്ലെങ്കിൽ കൊസൈനോ പോളിനോമിയലോ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ മെത്തേഡിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഓൾറെഡി നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. You can see it is applicable only for linear differential equation with constant coefficients. അതായത് linear differential equation with constant coefficients. Coefficients constant ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ method of undetermined coefficients എന്ന മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. Okay. Now, why only sine, cos, exponential അല്ലെങ്കിൽ polynomial? Method of undetermined coefficients നകത്ത് phi of x സൈനോ കോസോ എക്സ്പോണൻഷ്യലോ അല്ലെങ്കിൽ പോളിനോമിയലോ ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദോസ് ഫങ്ഷൻസ് ഓഫ് phi of x that have a finite family of derivatives or all their derivatives, that is phi of x ന്റെ derivatives, all their derivatives can be written in terms of finite number of other functions, which means suppose phi of x എന്ന് പറയുന്നത് sin x ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞു സൈനോ കോസോ എക്സ്പോണൻഷ്യലോ പോളിനോമിയലോ ആകാം. അപ്പോൾ ഈ phi of x sin x ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് sin x is equal to cos x. If I again take derivative, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് sin x എന്ന് കിട്ടും. തേർഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് cos x എന്ന് കിട്ടും. ഫോർത്ത് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? I again get sin x. That is the fourth derivative of sin x is equal to sin x. ഇനി ഞാൻ ഫിഫ്ത്ത് എടുത്താലും സിക്സ്ത് എടുത്താലും ഇനി അങ്ങോട്ടേക്കുള്ള ഏത് ഡെറിവേറ്റീവ് എടുത്താലും എനിക്ക് ഒന്നെങ്കിൽ sin x ഓ cos x ഓ ആണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. നെഗറ്റീവ് സൈൻ നമ്മൾ നോക്കണ്ട, ഫംഗ്ഷൻ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ദാറ്റ് ഈസ് sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ sin x ആയിരിക്കും അല്ലെങ്കിൽ cos x ആയിരിക്കും. ഇത് ഏതെങ്കിലും ഒന്നിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. നെഗറ്റീവ് സൈൻ ഇവിടെ നമ്മൾ നോക്കണ്ട, ആ ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ മതി. That is all their derivatives can be written in terms of finite number of other function. ഇവിടെ finite number of other function എന്ന് ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന sin x ഉം cos x ഉം ആണ്. That is ഇവിടെ നമുക്ക് phi of x, ഇവിടെ നമ്മൾ എടുത്ത phi of x ഏതാണ്? sin x ആണ്.
അതിന്റെ എല്ലാ ഡെറിവേറ്റീവ്സിനും എനിക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് അതർ ഫംഗ്ഷൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഒന്നെങ്കിൽ sin x അല്ലെങ്കിൽ cos x ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് can be applied to those functions of phi of x that have a finite family of derivatives. ഈ finite family എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ പറഞ്ഞ sin x ഉം cos x. ഓക്കെ, ഇൻ കേസ് ഓഫ് sin x. അപ്പോൾ ഇങ്ങനെയുള്ള phi of x ആണ് എങ്കിൽ മാത്രമേ എനിക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. Now if I take another example, that is phi of x is equal to tan x. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec square x ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 times sec square x into tan x. അപ്പൊ നോക്കാം, ഇവിടെ കിട്ടിയ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, ഈ കിട്ടിയ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ഇഫ് ഐ അഗൈൻ ടേക്ക് തേർഡ് ഡെറിവേറ്റീവ്, ഇതിന്റെ തേർഡ് ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വേറൊരു ഫംഗ്ഷൻ ആണ്. ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വേറെ ഫംഗ്ഷൻ ആണ്. ഫിഫ്ത്ത് എടുത്താലും സിക്സ്ത് എടുത്താലും ഇതെല്ലാം എന്തിനാണ്? വേറെ വേറെ ഫംഗ്ഷൻ ആണ് എനിക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഫാമിലി ഓഫ് ഡെറിവേറ്റീവ്സ് ഓഫ് tan x ഈസ് നോട്ട് ഫൈനൈറ്റ്. അതൊരു ഫൈനൈറ്റ് ഫാമിലി അല്ല. ഓരോ തവണ എടുക്കുമ്പോൾ എനിക്ക് ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും phi of x is equal to tan of x ആണെങ്കിൽ ഒരിക്കലും എനിക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ tan x ന്റെ ഫാമിലി ഓഫ് ഡെറിവേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനൈറ്റ് അല്ല, ഇറ്റ് വിൽ ബി ഇൻഫൈനൈറ്റ്. കാരണം ഓരോ തവണ എടുക്കുമ്പോൾ എനിക്ക് ഓരോരോ പുതിയ പുതിയ ഫംഗ്ഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. Now എന്തുകൊണ്ടാണ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് എന്നൊരു ടേം വരാൻ കാരണം അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് cliffnotes.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ cliffnotes.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, therefore മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് നമ്മൾ പഠിച്ചതാണ്. phi of x ഒന്നെങ്കിൽ സൈനോ കോസോ എക്സ്പോണൻഷ്യലോ പോളിനോമിയലോ അല്ലെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷനോ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്. ഇത് നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്സിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇത് ആദ്യത്തെ മെത്തേഡിനെക്കാട്ടിലും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇറ്റ് വർക്ക്സ് ഫോർ വൈഡ് റേഞ്ച് ഓഫ് phi of x. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സ്, അവിടെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ഫംഗ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. sin x ഓ cos x ഓ e raised to x ഓ അല്ലെങ്കിൽ പോളിനോമിയൽസ് മാത്രമേ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുകയായിരുന്നുള്ളൂ. വേറസ് ഇൻ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it is applicable to linear differential equation with variable coefficients also. That is method of undetermined coefficients നമുക്ക് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയായിരുന്നുള്ളൂ എങ്കിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്സും വേരിയബിൾ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാത്രമല്ല പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്താണെന്ന് പഠിക്കാം. ഇറ്റ്സ് എ മെത്തേഡ് ടു ഫൈൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഫ്രം ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, നൗ കൺസിഡർ എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ a into d square y by dx square plus b into dy by dx plus cy is equal to 5. അപ്പോൾ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലെറ്റ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ cf is equal to c1y1 plus c2y2 where y1 and y2 are linearly independent solution of the differential equation a d square y by dx square plus b into dy by dx plus cy is equal to 0. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആദ്യത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഈ ഇക്വേഷനെ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റുന്നു. അങ്ങനെ അപ്പോൾ കിട്ടുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് c1y1 plus c2y2 എന്ന് എഴുതിയിരിക്കുന്നത്.
ഈ ഒരു ഇക്വേഷൻ ഞാൻ ആദ്യത്തെ സെക്കൻഡ് ഓർഡർ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് theorem number 1. If y1 and y2 are linearly independent solution of the linear homogeneous equation, then the general solution of the linear homogeneous equation is yh is equal to c1 y1 plus c2 y2. ഇത് സെക്കൻഡ് ഓർഡറിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ തിയറം ആണ്. yh ഇവിടെ h എന്താണ്? ഹോമോജീനിയസ്. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് yh is equal to c1 y1 plus c2 y2. where y1 and y2 are linearly independent solution. സെയിം ഇക്വേഷൻ ഞാൻ ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഒരു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട് ആണെങ്കിൽ I can find CF is equal to C1 e raised to m1x plus C2 e raised to m2x. അപ്പോൾ ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ എത്തിച്ചേർന്നത് എന്ന് ചോദിച്ചാൽ yh is equal to C1 y1 plus C2 y2 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ഓർഡറിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് C1 y1 plus C2 y2 ആണ് എന്ത്? നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ y1 ഉം y2 എന്താണ്? e raised to m1x ഉം e raised to m2x. ഓക്കെ, therefore all in all ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ, അത് സെക്കൻഡ് ഓർഡറോ ഹയർ ഓർഡറോ ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ തന്നെയാണ്. ആ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് C1 y1 plus C2 y2. ഓക്കെ ഓക്കെ അപ്പൊ നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിപ്പുണ്ട്. അതൊരു സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡറോ ഹയർ ഓർഡറോ ആകാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് C1 y1 plus C2 y2. ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞിരുന്നു, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, സോ ഹിയർ വി ഹാവ് C1 y1 plus C2 y2 as the കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the particular integral of the same differential equation, ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് I can write pi is equal to f1 of x into y1 plus f2 of x into y2. Okay, that is complementary function C1 y1 plus C2 y2 ആണെങ്കിൽ I can write the particular integral is equal to f1 of x into y1 plus f2 of x into y2. ഈ y1 ഉം y2 എന്താണ്? ഈ തന്നിരിക്കുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉള്ള അതേ y1 ഉം y2 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് CF is equal to C1 y1 plus C2 y2. Now the second step is to vary the parameters. That is C1 C2 എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. ദാറ്റ് ഈസ് C1 നെ ഞാൻ f1 of x എന്ന് റീപ്ലേസ് ചെയ്യുന്നു, C2 നെ ഞാൻ f2 of x എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന പേര് വരാൻ കാരണം വി ഫൈൻഡ് ഔട്ട് ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ C1 y1 plus C2 y2. ഈ രണ്ട് പാരാമീറ്റർ C1 നെയും C2 നെയും ഈ രണ്ട് പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നു വിത്ത് f1 of x and f2 of x. So that's why we call it as method of variation of parameters. Okay, now ഈ f1 of x y1 plus f2 of x y2, ഈ f1 of x നെ ഞാൻ സിംപ്ലി u എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, f2 of x നെ ഞാൻ v എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. Therefore the particular integral is equal to u into y1 plus v into y2. Okay, so ഈ ഒരു ഇക്വേഷനിൽ y1 ഉം y2 എന്താണെന്ന് നമുക്കറിയാം. കാരണം നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ട്. കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് y1 ഉം y2 ഉം കിട്ടും. Now we need to find out the value of u and v. അപ്പോൾ u കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്, that is u is equal to minus integral of 5y2 divided by w integration with respect to x, that is dx. v is equal to integral 5 into y1 upon w and integrating with respect to x, that is dx. ഇവിടെ 5 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേം ആണ്. y2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഈ കിട്ടുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉള്ള y2 ആണ്. w എന്ന് പറഞ്ഞാൽ ഇത് വ്രോൺസ്കിൻ മെട്രിക്സ് ആണ്. വ്രോൺസ്കിൻ മെട്രിക്സ്. ഹിയർ v is equal to integral of 5 into y1. 5 നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് കിട്ടും, y1 എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ w എന്ന് പറയുന്നത് എന്താണ്? വ്രോൺസ്കിൻ മെട്രിക്സ് ആണ്. ഓക്കെ, നൗ ദ വ്രോൺസ്കിൻ മെട്രിക്സ് w എന്ന് പറയുന്നത്
ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 dash y2 dash y1 y2 കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണ്. അതിന്റെ y1 y2 y1 dash y2 dash ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മുടെ w എന്ന് പറയുന്നത്. therefore I get y1 y2 dash minus y2 y1 dash. ഇതാണ് നമ്മുടെ വ്രോൺസ്കിയൻ അല്ലെങ്കിൽ w ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ w ന്റെ വാല്യൂ ഒരിക്കലും 0 ആകില്ല. അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ എടുക്കാൻ പറ്റില്ല. അത് 0 ആകില്ല കാരണം y1 ഉം y2 ഇവിടെ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. y1 ഉം y2 ഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരിക്കലും വ്രോൺസ്കിയൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആകില്ല. That is w is equal to determinant of y1 y2 y1 dash y2 dash is not equal to 0 because y1 and y2 are linearly independent. തന്നിരിക്കുന്ന y1 and y2 എന്നീ രണ്ട് ഫംഗ്ഷൻ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല w is equal to 0 എന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഫംഗ്ഷൻ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന വ്രോൺസ്കിയൻ മെട്രിക്സ് ഉപയോഗിച്ചാൽ മതി. സപ്പോസ് I have cos x and sin x. ഈ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി സിംപ്ലി ടേക്ക് ദ ഡിറ്റർമിനന്റ് ഓഫ് cos x sin x. ഇനി cos x ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് മൈനസ് sin x, sin x ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് cos x. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഈസ് cos x ഉം sin x ഉം ഇത് ഡിപെൻഡന്റ് ആണ്. 0 അല്ല എങ്കിൽ cos x ഉം sin x ഉം എന്താണ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ അത് ലീനിയർലി ഡിപെൻഡന്റ് ആണോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ തന്നിരിക്കുന്ന വ്രോൺസ്കിയൻ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to uy1 plus vy2 where u is equal to minus integral of 5y2 upon w, v is equal to integral 5y1 upon w dx where w is nothing but the Wronskian matrix. ഇനി നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം നമ്പർ 1, d square y plus y is equal to cosec x. റൈറ്റ് ഹാൻഡ് സൈഡിൽ cosec x വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അതായത് cosec x അല്ലെങ്കിൽ sec x tan x cot x വന്നാൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നാൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. d square y plus y is equal to cosec x. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. കാരണം മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ I can write d square plus 1 is equal to 0. Therefore d is equal to plus or minus I എന്ന് കിട്ടും. Therefore I can write the complementary function is equal to c1 cos x plus c2 sin x. ഇതാണ് നമുക്ക് കിട്ടുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സീഫിന്റെ ഫോർമാറ്റ് എന്തായിരുന്നു, c1 y1 plus c2 y2 ആയിരുന്നു. therefore y1 cos x ആയിട്ടും y2 sin x ആയിട്ടും കിട്ടി. ഇനി പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം, പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to u into y1 plus v into y2 where u is equal to minus integral 5 into y2 divided by w dx. v എങ്ങനെ കണ്ടുപിടിക്കാം, v is equal to integral 5 into y1 divided by w into dx. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ യും വിയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ w എന്താണെന്ന് കണ്ടുപിടിക്കാം. w is equal to determinant of y1 എന്തായിരുന്നു cos x, y2 sin x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x, sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ cos square x plus sin square x. cos square x minus sin square x we get plus sin square x is equal to 1. അപ്പോൾ w നമുക്ക് 1 ആയിട്ട് കിട്ടി. therefore u I can write u is equal to integral 5 എന്താണ് 5 cosec ആണ്, cosec x into y2 എന്താണ് y2 is sin x divided by 1 into dx.
ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് മൈനസ് ഇന്റഗ്രൽ കൊസീക് എക്സിന് എനിക്ക് എന്ത് എഴുതാം 1/sin x എന്ന് എഴുതാം. കൊസീക് എന്ന് വെച്ചാൽ 1/sin x ആണ്. ആ 1/sin x ഉം ഈ sin x ഉം കട്ട് ആയി പോകും. therefore I get integral dx. therefore I get minus x. ഓക്കെ, അപ്പൊ u നമുക്ക് മൈനസ് എക്സ് ആയിട്ട് കിട്ടി. ഇനി അടുത്ത v കണ്ടുപിടിക്കണം. v is equal to integral phi is equal to cosec x into y2 into y1. y1 is cos x divided by 1 into dx. cosec x എന്ന് വെച്ചാൽ 1/sin x ആണ്. cos x by sin x cot x ആണ്. therefore I get integral cot x dx. integration of cot x is equal to log sin x. അപ്പോൾ നമുക്ക് u കിട്ടി, v കിട്ടി. therefore particular integral is equal to u into y1 plus v into y2 is equal to u എന്താണ് മൈനസ് x ആണ്, y1 എന്തായിരുന്നു cos x plus v എന്താണ് log sin x, y2 എന്തായിരുന്നു sin x. therefore complete solution I can write y is equal to c1 cos x plus c2 sin x minus x into cos x plus log sin x into sin x. രണ്ടാമത്തെ ചോദ്യം d square y plus y is equal to tan x. അപ്പൊ കഴിഞ്ഞ ചോദ്യത്തിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈ ചോദ്യത്തിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് cosec x മാറ്റിയാൽ tan x എന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും, സെയിം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ തന്നെ കിട്ടും. ദാറ്റ് ഈസ് c1 cos x plus c2 sin x തന്നെ എനിക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടും. കാരണം ഇവിടെ d square y plus y ആണ്. therefore auxiliary equation I get d square plus 1 is equal to 0. therefore d is equal to plus or minus I എന്ന് കിട്ടും. therefore we get the complementary function as c1 cos x plus c2 sin x. okay, so here y1 is equal to cos x, y2 is equal to sin x. therefore നമുക്ക് കിട്ടാൻ പോകുന്ന w എന്തായിരിക്കും, കഴിഞ്ഞ പ്രോബ്ലത്തിലെ അതേ w നാണ് കിട്ടാൻ പോകുന്നത്. that is 1 we will get. ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അവിടെയും y1 cos x ആയിരുന്നു, y2 sin x ആയിരുന്നു. okay, therefore particular integral I can write u into y1 plus v into y2, where u is equal to minus integral phi into y2 divided by w dx and v is equal to integral phi into y1 divided by w dx. ഇവിടെ w is equal to already 1 ആണ് നമുക്ക് കിട്ടി കഴിഞ്ഞു. therefore u is equal to minus integral phi എന്താണ് tan x ആണ്, y2 എന്താണ് sin x ആണ്, dx. w already 1 ആണ്. tan x എനിക്ക് എന്ത് എഴുതാം, I can write sin x by cos x. therefore minus integral sin square x divided by cos x എന്ന് കിട്ടും. because tan x എന്ന് പറഞ്ഞാൽ sin x by cos x ആണ്. sin x into sin x we get sin square x. this one I can write minus integral sin square x I can write 1 minus cos square x upon cos x. sin square x എന്ന് പറഞ്ഞാൽ 1 minus cos square x ആണ്, then divided by cos x. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. okay, now this I can write u is equal to 1 by cos x എന്താണ് sec x ആണ്, cos square x by cos square x cos x ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഈ നെഗറ്റീവ് അകത്തേക്ക് എടുക്കുകയാണ്. therefore I get cos x minus sec x dx. ഇനി integral of cos x എന്താണ്, we get sin x. now integral of sec x, that is log sec x plus tan x. integral of sec x ആണ് log sec x plus tan x. നമുക്ക് u എന്താണെന്ന് കിട്ടി. next we need to find out what is v. v is equal to integral phi എന്താണ്, phi is nothing but tan x into y1. y1 is cos x dx. w already 1 ആണ്.
tan x എന്ന് വെച്ചാൽ sin x by cos x ആണ്. ആ cos x ഉം ഈ cos x ഉം കട്ട് ആയി പോകും. Therefore this I can write integral sin x. Integral sin x is equal to minus cos x. Therefore the particular integral I can write u into y1 plus v into y2, that is sin x minus log sec x plus tan x into y1. y1 was cos x plus v into y2. v was minus cos x into y2 was sin x. Therefore the complete solution y is equal to c1 cos x plus c2 sin x plus sin x minus log sec x plus tan x into cos x minus sin x into cos x. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് sin x into cos x ഉം ഈ മൈനസ് sin x into cos x ഉം ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഈ cos x ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get cos x into sin x. ഈ cos x into sin x ഉം ഈ മൈനസ് sin x cos x ക്യാൻസൽ ആയി പോകും. Therefore final answer I get y is equal to c1 cos x plus c2 sin x minus log sec x plus tan x into cos x. ഇതാണ് ഫൈനൽ ആൻസർ. മൂന്നാമത്തെ പ്രോബ്ലം d square y minus 4y is equal to e raised to 2x. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ e raised to 2x വന്നാൽ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കാം. നമുക്ക് ഇതിനകത്ത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അതിനായിട്ട് ഓക്സിലറി ഇക്വേഷൻ a is equal to d square minus 4 is equal to 0. Therefore I get d is equal to plus or minus 2. Therefore complementary function I can write c1 e raised to 2x plus c2 e raised to minus 2x. Therefore e raised to 2x ആണ് നമ്മുടെ y1, e raised to minus 2x ആണ് നമ്മുടെ y2. Therefore particular integral I can write u into y1 plus v into y2. ഓക്കെ, അപ്പോൾ യും വിയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വ്രോൺസ്കിയൻ മെട്രിക്സ് എന്താ അറിയണം. w is equal to y1 is equal to e raised to 2x, y2 is equal to e raised to minus 2x. ഇനി അടുത്തത് e raised to 2x ന്റെ ഡെറിവേറ്റീവ്, that is 2 times e raised to 2x. ഇവിടെ e raised to minus 2x ന്റെ ഡെറിവേറ്റീവ്, that is minus 2 times e raised to minus 2x. ഓക്കെ, ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. e raised to 2x into minus 2 into e raised to minus 2x. Therefore I get minus 2. ഇനി അടുത്ത മൈനസ് ഇതിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് e raised to 2x into e raised to minus 2x നമുക്ക് കിട്ടാൻ പോകുന്നത് e raised to 0 ആണ്, e raised to 0 1 ആണ്. Therefore here also we get 2. Therefore we get minus 4. അപ്പോൾ നമുക്ക് വ്രോൺസ്കിയൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടി, that is minus 4. Now I can write u is equal to minus integral phi. Phi is equal to e raised to 2x. Phi into y2. y2 എന്തായിരുന്നു? e raised to minus 2x ആയിരുന്നു. Divide by w. w is equal to minus 4 dx. Here again e raised to 2x into e raised to minus 2x, which is nothing but e raised to 0, that is 1. Therefore this one I can write 1 upon 4 into integral of 1 into dx. Therefore this we get x divided by 4. u നമുക്ക് x divided by 4 ആണ് കിട്ടി. Now v is equal to integral phi. Phi എന്തായിരുന്നു? e raised to 2x. Phi into y1. y1 is nothing but e raised to 2x into e raised to 2x upon w. w is nothing but minus 4. Therefore this I can write minus 1 divided by 4 integral e raised to 4x dx. This we get minus 1 divided by 16 into e raised to 4x. കാരണം e raised to 4x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ e raised to 4x divided by 4 ആണ്. ആ 4 ഉം ഈ 4 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 16. അപ്പോൾ നമുക്ക് u കിട്ടി, v കിട്ടി. Therefore I can write the particular integral is equal to
u into y1. u എന്തായിരുന്നു x divided by 4. Therefore x divided by 4 into y1. y1 that is e raised to 2x plus v into y2. v എന്തായിരുന്നു minus 1 divided by 16 into e raised to 4x into y2. y2 എന്തായിരുന്നു e raised to minus 2x into e raised to minus 2x. Again I can write pi is equal to x by 4 into e raised to 2x minus 1 divided by 16. ഇവിടെ e raised to 4x into e raised to minus 2x. This I can write e raised to 2x. ഇതാണ് നമ്മുടെ particular integral. Okay. അപ്പോൾ total solution എഴുതാം. Total solution is nothing but complementary function plus particular integral. Okay. അപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ particular integral എന്ന് പറഞ്ഞാൽ ഇതാണ്. That is x divided by 4 into e raised to 2x minus 1 divided by 16 into e raised to 2x. Therefore, the complete solution y is equal to c1 e raised to 2x plus c2 e raised to minus 2x plus x divided by 4 into e raised to 2x minus 1 divided by 16 into e raised to 2x. Okay, ഇതാണ് നമുക്ക് കിട്ടിയ complete solution. ഇനി ഇതേ സെയിം പ്രോബ്ലം നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ പർട്ടിക്കുലർ ഇന്റർവെലിന് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് പർട്ടിക്കുലർ ഇന്റർവെൽ ഈസ് ഈക്വൽ ടു 1 upon d square minus 4 into e raised to 2x. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ e raised to ax, a ഇവിടെ 2 ആണ്. അപ്പൊ നമ്മൾ d ക്ക് എന്ത് കൊടുക്കുക? d ക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ d ക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്വയർ എന്താണ് 4, 4 minus 4 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റില്ല. then I have to take pi is equal to x into 1 divided by ഇതിന്റെ ഡെറിവേറ്റീവ്. ഇതിന്റെ ഡെറിവേറ്റീവ് I get 2 times d into e raised to 2x. This one I can write x divided by 2 into integral 1 by d എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ ഓഫ് e raised to 2x. This we get x divided by 4 into e raised to 2x. അപ്പൊ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പർട്ടിക്കുലർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ x divided by 4 into e raised to 2x ആണ്. എന്നാൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പർട്ടിക്കുലർ ഇന്റർവെലിൽ രണ്ട് ടേം ഉണ്ടാവും. That is we'll be having x divided by 4 into e raised to 2x. അതിന്റെ കൂടെ തന്നെ we'll be having minus 1 divided by 16 into e raised to 2x. Okay. അങ്ങനെയാണെങ്കിൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ടോട്ടൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? y is equal to ടോട്ടൽ സൊല്യൂഷൻ y എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റർവെൽ ആണ്. അപ്പോൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ആണെങ്കിലും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണെങ്കിലും കിട്ടുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ സെയിം ആയിരിക്കും. Therefore this I can write c1 e raised to 2x plus c2 e raised to minus 2x plus the particular interval, that is plus x divided by 4 into e raised to 2x. അപ്പോൾ നമുക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സൊല്യൂഷൻ ഇതാണ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സൊല്യൂഷൻ ഇതാണ്. ഇത് രണ്ടും എന്താണ്? ജനറൽ സൊല്യൂഷൻ ആണ്. ഇത് രണ്ടും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ pi is equal to u into y1 plus v into y2 എന്ന മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും? രണ്ട് ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും സൊല്യൂഷൻ തന്നെയാണ്, രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ചെയ്തു നോക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ഇനി വേറെ ഏതെങ്കിലും അഡീഷണൽ ടൈം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് ചെയ്യേണ്ടത്. നാലാമത്തെ പ്രോബ്ലം d square y plus y is equal to sin x. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ sin x ആണ് വന്നത്. നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനാകും. എന്നാൽ ഇതേ പ്രോബ്ലം നമുക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ c1 cos x plus c2 sin x ആണ്. കാരണം നമുക്ക് കിട്ടുന്ന ഓക്സിലറി ഇക്വേഷൻ എന്താണ്? d square plus 1 is equal to 0. Therefore d is equal to plus or minus i എന്ന് കിട്ടും. Therefore cf is equal to c1 cos x plus c2 sin x. ഇനി നമുക്ക് ഇതിന്റെ പർട്ടിക്കുലർ ഇന്റർവെൽ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ സാധാരണ മെത്തേഡ്, ദാറ്റ് ഈസ് 1 upon d square plus 1 into sin x. ഇവിടെ sin ax a1 ആണ്. Therefore minus a square is equal to minus 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? d square ന് പകരം minus a square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഇവിടെ നമ്മൾ ഡി സ്ക്വയറിന് മൈനസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് പകരം x into 1 upon derivative of this denominator, therefore 2d into sin x. ടോട്ടൽ ഇക്വേഷൻ എന്ത് വരും, x into 1 upon 2d into sin x എന്ന് കിട്ടും. അപ്പോൾ 1 upon d എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. therefore we get x by 2 into integration of sin x. sin x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്, മൈനസ് cos x ആണ്. therefore particular ഇന്റഗ്രൽ നമുക്ക് കിട്ടുന്നത് -x by 2 into cos x എന്നാണ്. therefore ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം, I can write y is equal to c1 cos x plus c2 sin x. ഇത് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. -x by 2 into cos x. ഇത് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഈ ആൻസർ ആണ് നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് കിട്ടിയത്. ഇനി നമുക്ക് ഇതേ ചോദ്യം തന്നെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1 cos x plus c2 sin x minus x by 2 cos x plus sin x by 4. അപ്പോൾ ഇവിടുത്തെ ഈ c1 cos x plus c2 sin x എന്താണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. അതിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ നോക്കുക, ഇവിടെ ഒരു അഡീഷണൽ ടൈം ഉണ്ട്, ദാറ്റ് ഈസ് sin x divided by 4. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും ഈ സൊല്യൂഷനും രണ്ടും കറക്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ sin x വരുവാണെങ്കിൽ നമ്മൾ ഏത് ചെയ്താൽ മതി, ഈ പറയുന്ന മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ചെയ്താൽ മതി. കാരണം ഇത് വളരെ ടൈം സേവിംഗ് ആണ്. പക്ഷെ ഒരു അഡീഷണൽ ആയിട്ട് ടൈം നമ്മുടെ ഓപ്ഷനകത്ത്, നമ്മുടെ ഉത്തരത്തിൽ, നമ്മുടെ ക്വസ്റ്റ്യന്റെ ഓപ്ഷനകത്ത് അഡീഷണൽ ടൈം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് എന്നാണ്. അപ്പൊ നമുക്ക് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഇത് എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടുന്നത് നോക്കാം. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y is equal to c1 cos x plus c2 sin x എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ y1 എന്താണ്, cos x ആണ്, y2 sin x ആണ്. അപ്പോൾ നമ്മുടെ വ്രോൺസ്കിയൻ മെട്രിക്സ് എങ്ങനെ എഴുതാം, cos x sin x minus sin x cos x. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ത് കിട്ടും, we get 1. അപ്പോൾ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം, u into y1 plus v into y2. അപ്പോൾ u എന്താണ്, u is equal to minus integral of phi എന്തായിരുന്നു, sin x, phi into y2 എന്തായിരുന്നു, sin x. therefore minus integral of sin x into sin x dx. അപ്പോൾ ഈ sin x into sin x നെ ഞാൻ sin square x എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഈ sin square x നെ ഞാൻ 1 minus cos 2x divided by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ നെഗറ്റീവ് ഞാൻ അകത്തേക്ക് എടുക്കുകയാണ്. therefore I get integral cos 2x upon 2 minus 1 by 2 dx. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ത് കിട്ടും, I get sin 2x upon 4 minus x by 2 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമുക്ക് u എന്താണെന്ന് കിട്ടി. ഇനി നമുക്ക് v കണ്ടുപിടിക്കണം. v is equal to integral phi into y1 divided by w എന്നാണ്. phi sin x ആണ്, y1 cos x ആണ്, w 1 ആണ്. therefore integral sin x into cos x. ഈ sin x into cos x നെ ഞാൻ sin 2x divided by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, therefore ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ത് കിട്ടും, I get minus cos 2x upon 4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം, pi is equal to u y1 plus v y2 ആണ്. y1 cos x ആണ്, y2 sin x ആണ്. അപ്പോൾ u നമുക്ക് ഓൾറെഡി കിട്ടി, sin 2x divided by 4 minus x by 2. ഇതിനെ എന്ത് ചെയ്യുക, y1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, sin 2x into cos x divided by 4 minus x cos x by 2 എന്ന് കിട്ടും. ഓക്കെ, ഈ ടൈമിനെ നമ്മൾ cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് v into y2, v നെ y2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. y2 എന്താണ്, sin x ആണ്. v എന്താണ്, v ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്, that is minus cos 2x divided by 4 into sin x. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, minus cos 2x divided by 4 into sin x. ഇനി ഈ ടൈം, ആദ്യത്തെ ടൈമും മൂന്നാമത്തെ ടൈം, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതുക. ഓക്കെ, therefore we get 1 upon 4 into sin 2x cos x minus cos 2x sin x. ഈ ടൈം minus x cos x by 2 എന്ന് അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, നൗ ഈ തന്നിരിക്കുന്ന sin 2x cos x minus cos 2x sin x എന്താണ്, sin a cos b minus cos a sin b എന്ന ഫോർമാറ്റ് ആണ്, which is nothing but sin a minus b. അപ്പോൾ sin a minus b എടുക്കുമ്പോൾ എന്ത് കിട്ടും, sin 2x minus x, we get sin x. അപ്പോൾ അതാണ് ഇവിടെ sin x divided by 4 എന്ന് എഴുതിയിരിക്കുന്നത്. x cos x by 2 അത് അതിനൊക്കെ എഴുതിയിരിപ്പുണ്ട്, minus x cos x by 2. ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നമുക്ക് ഒരു അഡീഷണൽ ടൈം വരുന്നത്, sin x divided by 4 എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നില്ല. sin x ഓ e raised to 2x ഓ വന്നു കഴിഞ്ഞാൽ, അതായത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം.
അഞ്ചാമത്തെ പ്രോബ്ലം ഡി സ്ക്വയർ വൈ പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കുക. therefore ഓക്സിലറി ഇക്വേഷൻ എന്താണ്? d square plus 1 is equal to 0. therefore we get d is equal to plus or minus I. therefore cf is equal to c1 cos x plus c2 sin x. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോബ്ലം എല്ലാം സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം തേർഡ് ഓർഡറോ ഫോർത്ത് ഓർഡറോ അതിന്റെ ഹയർ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് ചോദിക്കില്ല. അതുകൊണ്ടാണ് എല്ലാം സെക്കൻഡ് ഓർഡർ തന്നെ എടുക്കുന്നത്. വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ വരെ മാക്സിമം ചോദിക്കത്തുള്ളൂ. ഓക്കെ, therefore നമുക്ക് സി എഫ് എന്താന്ന് കിട്ടി. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റർവെൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് യു ഇൻറ്റു y1 പ്ലസ് വി ഇൻറ്റു y2. y1 എന്താണ്? cos x ആണ്. y2 sin x ആണ്. ഓക്കെ, therefore ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വ്രോൺസ്കൈൻ ആണ്. ഇവിടെ y1 cos x ഉം y2 sin x ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? w is equal to 1 എന്ന് കിട്ടും. ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിലും cos x ഉം sin x ഉം തന്നെ ആയിരുന്നു. അപ്പോഴും നമുക്ക് w is equal to 1 എന്ന് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കുക? u കണ്ടുപിടിക്കുക. for u is equal to മൈനസ് ഇന്റഗ്രൽ 5 ഇവിടെ എന്താണ്? sec x into tan x into y2 is nothing but sin x dx. okay, this one I can write integral 1 divided by cos x into sin x divided by cos x into sin x dx. okay, therefore I get u is equal to minus, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇന്റഗ്രൽ ഈ sin x ഉം sin square x, ഈ cos x ഉം cos square x. finally we will get sin square x divided by cos square x. അതെന്താണ്? tan square x. this one I can write minus integral sec square x minus 1 dx. tan square x എന്ന് വെച്ചാൽ c square x minus 1 എന്നാണ്. this one I can write integral 1 minus sec square x. therefore u is equal to integral of 1, that is x, minus sec square x ന്റെ integral, that we get tan x. similarly v is equal to integral sec x tan x into y1 cos x ആണ്, cos x dx. ഈ sec x ഉം cos x ഉം cancel ആയി പോകും. therefore integral tan x. this we get log sec x. okay, അപ്പോൾ u എന്ന് പറഞ്ഞാൽ x minus tan x ആണ്, v എന്ന് പറഞ്ഞാൽ log cx ആണ്. therefore particular integral I can write u into y1 plus v into y2. u into y1, that is x minus tan x into y1 is cos x, plus v is equal to log sec x, y2 എന്ന് പറഞ്ഞാൽ sin x ആയിരുന്നു, into sin x. this one I can write x into cos x, tan x പറഞ്ഞാൽ sin x by cos x ആണ്. അപ്പോൾ ഈ cos x ഉം sin x by cos x ലെ cos x ഉം cancel ആവും. therefore I get minus sin x log sec x sin x. therefore the final solution y is equal to c1 cos x plus c2 sin x plus x cos x minus sin x plus log sec x sin x. ആറാമത്തെ പ്രോബ്ലം sin x ന്റെയും cos x ന്റെയും ഈ രണ്ട് ഫംഗ്ഷൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വ്രോൺസ്കൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് ഫംഗ്ഷൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ വി ഹാവ് ടു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് y1 sin x, y2 cos x ആണ്. if I take first one, that is sin x, second function cos x, sin x in derivative, that is cos x, cos x in derivative, that is minus sin x. ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക, sin x into
minus sin x, I get minus sin square x. അടുത്ത cos x into cos x, I get cos square x, therefore minus cos square x. Therefore I get minus into sin square x plus cos square x is equal to minus 1. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്, 0 അല്ലെങ്കിൽ എന്താണ്, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. therefore sin x ഉം cos x ഉം എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം e raised to x ഉം e raised to minus x ഉം ഈ രണ്ട് ഫംഗ്ഷൻ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അതോ ലീനിയർലി ഡിപെൻഡന്റ് ആണോ എന്നാണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. വ്രോൺസ്കിയൻ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. e raised to x, e raised to minus x, e raised to x ന്റെ ഡെറിവേറ്റീവ് that is e raised to x, e raised to minus x ന്റെ ഡെറിവേറ്റീവ് that is minus e raised to minus x, ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. therefore I get e raised to x into e raised to minus x എന്ത് കിട്ടും, e raised to 0 that is 1. ഇവിടെ മൈനസ് ഉണ്ട്, therefore minus 1 minus e raised to x into e raised to minus x, we get e raised to 0 therefore 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, minus 2 എന്ന് കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റും ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റും ആണ്. ഈ വാല്യൂ ഏതാണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണ്, therefore തന്നിരിക്കുന്നത് എന്താണ്, they are linearly independent function. Now if I take another example that is e raised to x and e raised to 2x, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുക. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. e raised to 2x ന്റെ ഡെറിവേറ്റീവ് 2 times e raised to 2x ആണ്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. we get e raised to x into e raised to 2x, we get e raised to 3x, 2 ഉണ്ട്, therefore I am using 2 here, minus e raised to x into e raised to 2x, therefore I get e raised to 3x. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന്റെയും ഡിറ്റർമിനന്റ് 0 അല്ല, അപ്പോൾ ഇതെന്താണ്, അപ്പോൾ ഇത് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ആണ്. ദാറ്റ് ഈസ് e raised to x ഉം e raised to 2x ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. if I take another example that is e raised to x and 2 times e raised to x, ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. e raised to x ന്റെ ഡെറിവേറ്റീവ് എടുക്കുക, that is e raised to x, 2 times e raised to x ന്റെ ഡെറിവേറ്റീവ് that is 2 times e raised to x എന്നാണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. e raised to x into 2 times e raised to x, we get 2 times e raised to 2x, minus e raised to x into 2 times e raised to x, I get 2 times e raised to 2x. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, therefore we get 0. ഇതെന്താണ്, ഇതൊരു ലീനിയർലി ഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ആണ്. e raised to x ഉം 2 times e raised to x ഉം ലീനിയർലി ഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ആണ്. ഇനി വ്രോൺസ്കിയൻ മെത്തേഡ് മാത്രമല്ല, തന്നിരിക്കുന്ന ഫംഗ്ഷൻ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ആണോ എന്ന് അറിയാനായിട്ട് ഞാൻ ഓൾറെഡി വേറെ രണ്ട് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് വ്രോൺസ്കിയൻ മെത്തേഡ് വെച്ചിട്ട് ഉത്തരം കിട്ടും.